ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തെ തുടർന്ന് പുരസ്കാര വിതരണമാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായി മഹാശില്പിയായ ഡോക്ടർ ദേവദത്തൻ അവർക്ക് പുരസ്കാരം നൽകുന്നതോടൊപ്പം 10,001 രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് ഇന്ന് ഈ വേദിയിൽ വിതരണം ചെയ്യപ്പെടുക. ഒപ്പം പൊന്നാടയും ചാർത്തി അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ചടങ്ങ് എന്ന നിലയ്ക്ക് പ്രശസ്തി പത്രം വായിക്കുന്നതിനായി ഈ പുരസ്കാര നിർണയത്തിൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബാബു അവരുടെ പുരസ്കാര പ്രശസ്തി പത്രം വായിക്കുന്നതിനായി സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് എന്നെ ഈ വേദിയിൽ പരിചയപ്പെടുത്തിയത്. എങ്കിലും എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചേക്കാം. സ്വാമിയുടെ തൃപ്പാദങ്ങൾ ഈ മണ്ണിൽ പതിയുന്നതിന് കാരണക്കാരനായത് അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബാബുവിൻ്റെ നിയോഗം കൂടിയായിരുന്നു. സ്വാമിയുടെ ഇംഗ്ലീഷിലെ ചില രചനകൾ യാദൃച്ഛികമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ട ശരത്ചന്ദ്ര ബാബു അവർ അതിനെ നിമിഷ നേരം കൊണ്ട് മലയാളീകരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. മലയാളീകരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ വിദഗ്ധനായ ഒരു കവിയുടെ കാവ്യഭംഗിയോടെ മനോഹരമായി ആംഗലേയ ഭാഷയിൽ നിന്ന് നമ്മുടെ നാട്ടുകാരനായ കല്ലറക്കാരനായ അഡ്വക്കറ്റായ നീന്തൽ വിദഗ്ധനായ വളരെ പ്രശസ്തനായ കോടതിയുടെ ഉയർന്ന തസ്തികയിൽ നിന്ന് റിട്ടയറായ ഒരു മനുഷ്യൻ നിമിഷ നേരം കൊണ്ട് ഒരു ആംഗലേയ അതും ആധ്യാത്മിക വിഷയം അടങ്ങിയ ഒരു മഹത്തായ രചന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു എന്നുള്ളത് അതിൻ്റെ കർത്താവായ സ്വാമിയെ പോലും അതിശയിപ്പിച്ചു. ആ ബന്ധമാണ് പിന്നീട് കല്ലറയും സ്വാമിയും നമ്മളിലേക്ക് എത്താനുള്ള കാരണമായത്. എന്തായാലും ശ്രീ അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബാബു അവരെ ഈ പ്രശസ്തി പത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനായി സവിനയം സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമാദരണീയനായ അധ്യക്ഷൻ, ഇന്നിവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും കേരളത്തിലെ ഇന്ന് ഏറ്റവും പ്രസിദ്ധനായ ശില്പി ഡോക്ടർ PS ദേവദത്തന് ശിവശക്തി പുരസ്കാരം സമർപ്പിക്കുവാൻ ആയി എത്തിയിരിക്കുന്ന എൻ്റെ ആധ്യാത്മിക ഗുരു കൂടിയായ സ്വാമി ശാന്തി പ്രസാദ് അവർ, ഗുരുതുല്യനായ ദേശികൻ രഘുനാഥൻ സാർ അവർ, സുഹൃത്ത് ആധ്യാത്മിക ചിന്തകനും സൈക്കോളജിസ്റ്റുമായ വിജുഎസ് പത്മനാഭൻ, ശില്പി ഡോക്ടർ PS ദേവദത്തൻ, പിന്നെ ഇവിടെ ഇത് അവതരിപ്പിക്കാനെത്തിയിരിക്കുന്ന വേണു സാർ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മൾ ഇന്നിവിടെ നൽകുന്ന പുരസ്കാരം അതിൻ്റെ തുകയിലോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തിലോ അല്ല. ഇതൊരു മഹാകാര്യമാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഒരു ശില്പിക്ക് ഇത്തരത്തിൽ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളത് നടാടെയായിരിക്കും. തീർച്ചയായും ഇത് ഒരു അഭിമാന മുഹൂർത്തമാണ് കല്ലറയ്ക്കും നമ്മുടെ ഈ പ്രദേശത്തിന്. എൻ്റെ കർത്തവ്യം
ഇതിൽ പുരസ്കാര ദാനത്തിന് മുന്നോടിയായുള്ള പ്രശസ്തി പത്ര പാരായണമാണ്. ഞാനത് വായിച്ച് അവസാനിപ്പിച്ചുകൊള്ളാം. ഈ പുരസ്കാര സമിതിയുടെ സ്ഥിരാംഗം എന്ന നിലയിൽ ഓം നമ ശിവായ. പ്രശസ്തി പത്രം സ്വീകർത്താവ് ഡോക്ടർ PS ദേവദത്തൻ, ശില്പി, മാവിളവീട്, ആഴിമല, പുളിങ്കുടി, മുല്ലൂർ പോസ്റ്റ്, തിരുവനന്തപുരം. ആഴിയും ഊഴിയും മാനവും സംഗമിക്കുന്ന ആഴിമല എന്ന തെക്കൻ കേരള ഗ്രാമത്തെ ആഗോള ശ്രദ്ധാകേന്ദ്രമാക്കും വിധം അവിടെ ശ്രീനാരായണ ഗുരുദേവനാൽ സ്ഥാനനിർണയം ചെയ്യപ്പെട്ട മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ ആദിനാഥനും അനാദി ചൈതന്യവുമായ ഗംഗാധരേശ്വര മഹാശില്പവും അനുബന്ധ ഗുഹാക്ഷേത്രവും ഒരുക്കിയ ഡോക്ടർ PS ദേവദത്തന് കല്ലറ, തുമ്പോട് ശ്രീ മഹാദേവ ക്ഷേത്രം സനാതന ധർമ്മ പരിപാലനാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വർഷത്തെ 1201 മലയാള വർഷം, 2025 ഇംഗ്ലീഷ് വർഷം ശിവശക്തി പുരസ്കാരം നൽകണമെന്ന ഉപസമിതി ശുപാർശ അംഗീകരിക്കുന്നതിൽ ക്ഷേത്രം ട്രസ്റ്റിന് അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. തിരുതടയിൽ മന്ദാകിനിയും നെറുകയിൽ അമ്പളിയും വലങ്കയിൽ ഓങ്കാര പൊരുൾ മുഴക്കും തുടിയും ഇടങ്കയിൽ ശൂലവും പേറി പന്നക വിഭൂഷണനായി നിലയുറപ്പിച്ചിരിക്കുന്ന ഗംഗാധരേശ്വര രൂപം ദിവ്യ ശോഭ വിളങ്ങും ശില്പഭംഗിയുടെ അവസാന വാക്കാവുന്നു. ശില്പത്തിന് ചുവടെ 3 നിലകളിൽ തീർത്തിരിക്കുന്ന ഗുഹാക്ഷേത്രം ശിവപുരാണ സംബന്ധിയായ സന്ദർഭങ്ങൾ അടങ്ങിയ മഹനീയ ശില്പങ്ങളുടെ പ്രദർശനം എന്നതിലുപരി സനാതന സന്ദേശ വിളംബരമാകുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഗണനീയമെന്ന് കണ്ട് ആഴിമലയുടെ ദൈവദത്തൻ ഡോക്ടർ PS ദേവദത്തന് മഹാദേവ സ്മരണയോടെ ഈ പുരസ്കാരം സാഭിമാനം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.